നടി നിമിഷ സജയനെതിരായ സൈബർ ആക്രമണമാണ് വിഷയം. നടിക്കെതിരെ, അതായത് നടി മുൻപ് നടത്തിയ ഒരു പ്രസ്താവന മറപിടിച്ച് അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ കുത്തിപ്പൊക്കിയാണ് ഇപ്പോൾ സംഘപരിവാർ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ട്രോളുകളും ഒക്കെ ഉയർന്നു വന്നിരിക്കുന്നത്. 4 വർഷം മുൻപ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കൊച്ചിയിലൊരു വലിയ പ്രതിഷേധ റാലി നടന്നിരുന്നു. അന്ന് ആ റാലിയിൽ സംസാരിക്കുമ്പോൾ നിമിഷ സജയൻ പറഞ്ഞൊരു കാര്യമുണ്ട്. തൃശ്ശൂർ ചോദിച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല, പിന്നെയല്ലേ ഈ രാജ്യം ചോദിക്കുന്നത്, നമ്മൾ കൊടുക്കുമോ ഇല്ലല്ലോ എന്നായിരുന്നു നിമിഷ സജയൻ പറഞ്ഞത്. പക്ഷേ ആ വീഡിയോ കട്ട് ചെയ്യുന്നു. ഇപ്പോൾ ആ വീഡിയോ ഉപയോഗിച്ചുകൊണ്ട് വലിയ പരിഹാസങ്ങൾ വരുന്നത്, നമ്മൾ തൃശ്ശൂർ എടുത്തു കേട്ടോ, എവിടെ പോയി സജയൻ്റെ മകൾ എന്നൊക്കെ ചോദിച്ച് ആ രീതിയിലുള്ള വലിയ വിമർശനങ്ങളും ട്രോളുകളും പരിഹാസ രൂപേണയുള്ള വീഡിയോയും ഒക്കെയാണ് നിമിഷ സജയനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ആ വിഷയമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ദാവ് സർ, മുൻപെന്തോ പറഞ്ഞു, ആ പറഞ്ഞത് ഇങ്ങനെ കുത്തിപ്പൊക്കിയെടുത്ത് ആ നടിക്കെതിരെ വ്യക്തിപരമായും അല്ലാതെയുമുള്ള അധിക്ഷേപങ്ങൾ ചൊരിയുകയാണ് സൈബർ ഗ്രൂപ്പുകളിൽ. എങ്ങനെ പ്രതികരിക്കും? ദിവ്യ, അത് മുമ്പ് എന്തോ പറഞ്ഞു എന്ന് പറയുമല്ലോ, മുമ്പ് വളരെ രാഷ്ട്രീയമായ ആഴമുള്ളൊരു സ്റ്റേറ്റ്മെൻ്റാണ് അവർ നടത്തുന്നത്. തൃശ്ശൂർ എടുക്കാൻ വന്നവർക്ക് നമ്മളത് കൊടുത്തിട്ടില്ല, പിന്നെയാണോ ഇന്ത്യ കൊടുക്കുന്നത്? അപ്പോൾ CAA പ്രൊട്ടസ്റ്റിൻ്റെ സമയത്ത് പറയാവുന്ന മികച്ചൊരു പ്രസ്താവനയാണ്. അവർ ആ സ്റ്റേജിൽ വന്നിട്ട് ആകെ 2 വാചകങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അതിലൊരു വാചകമാണിത്. അപ്പോൾ അത് കുത്തിപ്പൊക്കുന്നു എന്നുള്ളത് ഓഫ് കോഴ്സ് എങ്ങനെയാണ്, മുമ്പ് അജിംസ് നമ്മൾ ഈ ചർച്ചയിൽ പറഞ്ഞില്ല, മോളിവുഡിനെ RSS എങ്ങനെയാണ് ലക്ഷ്യം വെക്കുന്നത്, സംഘപരിവാർ എങ്ങനെയാണ് ലക്ഷ്യം വെക്കുന്നുണ്ട്, അവർ വളരെ സൂക്ഷ്മമായി ഫോളോ ചെയ്യുന്നുണ്ട് ഓരോ ചലനങ്ങളെയും. ഇപ്പം നേരത്തെ നമ്മൾ CISF ഉദ്യോഗസ്ഥരുടെ കാര്യം പറഞ്ഞ മാതിരി നിമിഷ സജയൻ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം അത് കണ്ടെടുക്കുന്നു. അത് വെച്ചിട്ട് വളരെ മോശം ഭാഷയിൽ അവർക്കെതിരെ ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ സംഘപരിവാർ സംഘങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഫിലിം ഇൻഡസ്ട്രിയിലെ ആളുകളാകുമ്പോൾ അവർ ലക്ഷ്യം വെച്ചൊരു ഏരിയ ആയതുകൊണ്ട് അത് കുറച്ചധികം ഉണ്ടാവും. സ്ത്രീകളാകുമ്പോൾ അതെ, സ്ത്രീകളാകുമ്പോൾ അത് ഞാൻ മുമ്പ് പറഞ്ഞാണ്, പബ്ലിക് ലൈഫിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ അവരുടെ അടുത്ത് നിന്ന് പിഴവുകൾ വരണ്ട, അല്ലാതെ തന്നെ അവരെ ടാർഗറ്റ് ചെയ്യുന്ന അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷ സജയൻ ഒരർത്ഥത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണല്ലോ. തൃശ്ശൂർ നമ്മൾ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ നിമിഷ സജയൻ ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇടിക്കാനുള്ളൊരു അവസരമാണ്. അപ്പം 10 മടങ്ങ് ആവേശത്തിൽ ആ സന്ദർഭം അവർ ഉപയോഗപ്പെടുത്തും. അത് സ്വാഭാവികമാണ്. അതിപ്പോൾ പബ്ലിക് ലൈഫിൽ നിൽക്കുന്ന ഒരാൾ ഇത് പ്രതീക്ഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. സ്വാഭാവികം തന്നെ അതിനെ ഞാൻ ന്യായീകരിക്കുകയോ നോർമലൈസ് ചെയ്യുകയല്ല. അത് നമ്മൾ പ്രതീക്ഷിക്കണം. എനിക്ക് നിമിഷ സജയൻ അത് നേരിടാനുള്ള കെൽപ്പുള്ള ഒരാളാണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമ്മൾ നേടിയെടുത്തേ പറ്റുള്ളൂ. ദിവ്യ, നമുക്കെല്ലാം എന്തോരം മെസ്സേജുകൾ വരാറുണ്ട്, എന്തെല്ലാം കോമൻറ്റ്സ് വരാറുണ്ട്, മെസ്സേജുകൾ വരാറുണ്ട്. അത് പാർട്ട് ഓഫ് ദ ബിസിനസ് എന്ന് വിചാരിക്കാം. പക്ഷേ ഈ നിമിഷയുടെ കാര്യത്തിൽ ഇപ്പോൾ സുരേഷ് ഗോപി വിജയിച്ചപ്പോൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുവാൻ ഫിലിം ഫ്രട്ടേണിറ്റി എന്നുള്ള ആളുകൾ കൂട്ടത്തോടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനതിനെ കുറ്റം പറയുന്നതിൽ നിശ്ചയമായും അത് ചെയ്യണം. തങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ ദീർഘകാലത്തെ അതികഠിനമായ പരിശ്രമത്തിനൊടുവിൽ ജയിക്കുന്നു, പാർലമെൻറ്റിലേക്ക് പോകുന്നു, അവരെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദം നൽകുന്ന കാര്യമാണ്. നിശ്ചയമായും അവർ സല്യൂട്ട് ചെയ്യണം. പക്ഷേ അവരുടെ ഒരു സഹപ്രവർത്തക ഇവിടെ ആക്രമിക്കപ്പെടുന്നുണ്ട്, അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നുണ്ട്. അവർക്ക് വേണ്ടി കൂടെ സംസാരിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ സൈബർ അറ്റാക്ക് സൈബർ വിക്ടിം .help എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ നിമിഷ സജയൻ്റെ വിഷയം അവരുടെ ഫേസ്ബുക്ക് ഹാൻഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് താഴെയും ഹെയ്റ്റ് കമൻറ്റുകൾ അതിൻ്റെ ഫ്ലഡാണ്. ഷീ ഡിസേർവ്ഡ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്വഭാവത്തിലുള്ള കമൻറ്റുകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നെ സന്തോഷിപ്പിച്ചൊരു കാര്യം, സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ, അദ്ദേഹം പരസ്യമായിട്ട് വന്നിട്ട് എനിക്കിതിനോട് യോജിപ്പില്ല. ഓഫ് കോഴ്സ് നിമിഷ സജയൻ അന്ന് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല, പക്ഷെ അച്ഛൻ അതിനെ ഗൗരവത്തിലെടുത്തിട്ടില്ല. പക്ഷെ ഇന്ന് നിമിഷ സജയന് വിഷമകരമായ, എന്താണ് ഗോകുൽ ഉപയോഗിച്ച വാക്ക്, വിഷമകരമായ അവസ്ഥയുണ്ട്, അതിലെനിക്കും വിഷമമുണ്ട്, അങ്ങനെ ഉണ്ടാകരുത് എന്ന് ഗോകുൽ പറഞ്ഞിട്ടുണ്ട്. അത് നിശ്ചയമായും എന്നെ സന്തോഷിപ്പിക്കുന്നു, ഗോകുൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പബ്ലിക്കായി നടത്തിയെന്നുള്ളത്. നിമിഷ സജയന് പിന്തുണ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇനിയും കിട്ടേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, അതാണ് അജിംസ്. ഇവിടെ ഫിലിം ഫീൽഡിൽ ഈ രീതിയിൽ ഒരു രാഷ്ട്രീയം ഒരു സ്ത്രീ തുറന്നു പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അവർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള അറ്റാക്കുകൾ ഉണ്ടായാൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഈ ഫിലിം ഫീൽഡിനകത്ത് പലരും തയ്യാറാകാറില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ഈ അറ്റാക്കിന് ഇത് കുറേ ഹൂളിഗൻസ് ഒന്നും അറ്റാക്ക് ചെയ്യുന്നതല്ല. ഈ അറ്റാക്കിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്, നമ്മൾ മറക്കരുത്. അതിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചുകൊണ്ടല്ല ട്രിഗർ ചെയ്തത്, ഇത് മുമ്പേ ഓങ്ങി വെച്ചേക്കുന്ന. അതായത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നൊരു സിനിമ ഇറങ്ങിയല്ലോ, ആ സിനിമ കേരളത്തിൽ സംഘപരിവാറിനെ വലിയ തോതിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്, വലിയ തോതിൽ. ആ സിനിമയുടെ അവസാനത്തെ ഒരു സീനിൽ
അഴുക്ക് വെള്ളം എടുത്തിട്ട് അഴുക്ക് വെള്ളം സ്വാമിയുടെ മുഖത്ത് ആ സീൻ സംഘപരിവാറിനെ വലിയ തോതിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം നിമിഷ സജയൻ അല്ലാത്ത പക്ഷം എന്താണ് സംഘപരിവാറിന് വലിയ പ്രശ്നമുള്ള ഒരാളായിരുന്നില്ല. കാരണം അവരുടെ ഒരു പടമുണ്ട്, ഈട എന്ന് പറഞ്ഞ സിനിമയുണ്ട്. ഈട എന്ന് പറഞ്ഞ സിനിമ കണ്ണൂരിലെ എന്താണ് CPM RSS സംഘടനത്തിൻ്റെ കഥ പറയുന്നതാണ്. അതിൽ നിമിഷ സജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് ഫാമിലിയിൽ നിന്നും നിമിഷ സജയൻ പ്രേമിക്കുന്ന ആൾ ഷൈൻ നിഗം ഒരു RSSകാരനാണ്, RSS ഫാമിലിയിൽ നിന്നുള്ളതാണ്. അപ്പോൾ ആ സിനിമയ്ക്കോട് സംഘപരിവാറിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഷൈനികം ഒരാളാണെന്നല്ലേ. അപ്പോൾ ഈ സിനിമ ഇറങ്ങി ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എത്തുന്ന വരെ, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഇറങ്ങുന്ന വരെ നിമിഷ സജയനെ പറ്റി സംഘപരിവാറിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഇറങ്ങിയതിന് ശേഷം നിമിഷ സജയനെ ഡീഗ്രേഡ് ചെയ്യാൻ, ആ ഡീഗ്രേഡ് എങ്ങനെയാണെന്ന് ഓർക്കണം. നിമിഷ സജയനെ കാണാൻ ഭംഗിയില്ല, അവരെ കാണാൻ ഒരു സിനിമാ നടി പോലെ തോന്നുന്നില്ല. ഏത് സമയവും മാലിക്കിലെ അതൊക്കെ എടുത്തിട്ട് ചിരിക്കാത്ത മുഖമാണ്, ഒരു സിനിമയിലും ചിരിക്കുക, എല്ലാ സിനിമയിലും ഒരു ഭാവമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വലിയ തോതിലുള്ള ഡിഗ്രേഡിങ് ഈ സംഘപരിവാർ ഹാൻഡിലുകൾ. ഞാൻ പറഞ്ഞല്ലോ, ലവ് ജിഹാദിന് ശേഷം RSSൻ്റെ മറ്റൊരു പ്രൊജക്റ്റാണ് മോളിവുഡ്. അവരത് ആളുകളെ കോർണർ ചെയ്ത് തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അത്തരം സംവിധായകരെ, അത് വോക്കായിട്ടുള്ള സംവിധായകർ. ഇപ്പോൾ ഉദാഹരണത്തിന് പാർവതി തെരുവത്ത്, അതുപോലെ ആ WCCയിൽ ഉണ്ടായിരുന്ന ആളുകൾ, അതായത് കുറച്ച് വോക്കാണെന്ന് തോന്നുന്ന ആളുകൾ മുഴുവൻ, റീമ കല്ലിങ്കൽ, ആഷിഖ് അബു, മട്ടാഞ്ചേരി മാഫിയ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സൈബർ ആക്രമണം നിരന്തരമായി നടത്തുന്നുണ്ട്. അത് RSSൻ്റെ ഒരു പ്രൊജക്റ്റാണ്. നമ്മളതിന് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. നിമിഷ സജയനോടുള്ള എന്തെങ്കിലും ദേഷ്യം കൊണ്ടല്ല, നിമിഷ സജയൻ അഭിനയിച്ച ഈ സിനിമയോടുള്ള ദേഷ്യം കൊണ്ടാണ്. പിന്നെ ഒന്ന്, നിമിഷ സജയൻ കുറേ കൂടി എന്താണ് പ്രോഗ്രസീവായിട്ടുള്ള രാഷ്ട്രീയം പേർന്നൊരു വ്യക്തി കൂടിയാണ്, അതുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ മറന്നുപോകാത്ത ഒരു കാര്യം, ഈ ദീപിക പദുക്കോണിനെതിരെ പഠാൻ സിനിമ ഇറങ്ങിയപ്പോൾ നടന്ന ആക്രമണം ഓർക്കുന്നുണ്ടോ? ഒന്ന് അവരുടെ ബിക്കിനിയുടെ കളർ കാവിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, കാവി കളറുള്ള ഡ്രസ്സ് ഇട്ട് ഇവിടെ ഐറ്റം ഡാൻസ് ഇറങ്ങുന്ന എത്രയോ ഭോജ്പുരി ഹിന്ദി സിനിമകളുണ്ട്, അതിലൊന്നും ഒരു പ്രശ്നമില്ല. ദീപിക പദുക്കോണിനുള്ള പ്രശ്നം എന്താണ്? JNUവിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റിൽ അവർ പങ്കാളിയായി എന്നുള്ളതാണ്. അല്ലാതെ വേറെ ഒന്നുമല്ല, ഇതെല്ലാം പൊളിറ്റിക്കലാണ്. അല്ലാണ്ട് ദീപിക പദുക്കോണിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആളുകൾ തന്നെ, ഈ സൈബർ ആക്രമണം നടത്തുന്ന ആളുകൾ തന്നെ ഈ പഠാൻ കാണാൻ വന്നിട്ട് അവിടെ നിന്ന് ഡാൻസ് ചെയ്യുകയും ചെയ്യും, അത് വേറെ കാര്യം. അപ്പോൾ ഇതൊന്നും പ്രശ്നം ഇതാണ്. അതായത് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു സ്വഭാവമുണ്ട്. അതിപ്പോൾ ബോളിവുഡ് ആണെങ്കിലും മോളിവുഡ് ആണെങ്കിലും സെക്യുലറാണത്. നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ സെക്യുലറാണ്. അതിൽ വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്ന് പ്രവർത്തിക്കുന്നു, അവർ പരസ്പരം കോപ്പറേറ്റ് ചെയ്ത് ഈ ഇൻഡസ്ട്രിയിലുമായിട്ട് മുന്നോട്ട് പോകുന്നു. ആ സെക്യുലർ സ്വഭാവം തകർക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. അതിനവർക്ക് നേട്ടം ഉണ്ടാകുന്നുണ്ട് കേട്ടോ, നേട്ടം ഇല്ലയെന്നും പറയരുത്. ബോളിവുഡിനെ ഡീഗ്രേഡ് ചെയ്തതിന് ശേഷം അവർ ഉയർത്തിപ്പിടിക്കുന്ന ഇൻഡസ്ട്രി എന്ന് പറയുന്നത് തെലുങ്ക് സിനിമകളാണ്. തെലുങ്ക് സിനിമയിൽ ഇപ്പോൾ ബാഹുബലി മാതിരിയുള്ള സിനിമകൾക്ക് വലിയ പ്രൊമോഷൻ കൊടുക്കുക. സൗത്ത് സിനിമകൾ എന്ന് പറഞ്ഞാൽ മലയാളം തമിഴും അല്ല, സൗത്ത് സിനിമ എന്ന് അവർ ഉദ്ദേശിക്കുന്നത് തെലുങ്കിനെയാണ്. തെലുങ്കിലാണ് പടം, സൗത്ത് സിനിമയിലാണ് പടം ഇറങ്ങുന്നത്. അവരാണ് ഭയങ്കര ക്രാഫ്റ്റ്, അവരാണ് ലോക സിനിമകൾ ഇറങ്ങുന്നത്. ഇപ്പോൾ RRRന് ഓസ്കാർ കിട്ടി, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിനെ അങ്ങോട്ട് വലിയ പൊക്കി പിടിക്കുക. അപ്പോൾ എന്താണ് ഈ ബാഹുബലിയുടെ സംവിധായകൻ്റെ പേരെന്നാണ്? രാജമൗലിയുടെ അച്ഛനാണ് RSSനെ കുറിച്ചുള്ള സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. RSSനെ പറ്റി സിനിമ വരാൻ പോവാണ് 2025 അവരുടെ 100ാം വാർഷികത്തിൽ. അപ്പോൾ ഇങ്ങനെ എന്താണ് തെലുങ്ക് സിനിമകളാണ് ഇന്ത്യൻ സിനിമയുടെ മുഖമെന്ന് ആക്കി തീർക്കുക, അതിനുവേണ്ടി പ്രചാരണം നടത്തുക. അതിനവിടെ ഫലം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ 2-3 സീറ്റൊക്കെ കഴിഞ്ഞ ഇലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്രൊജക്റ്റാണ്. ഈ പ്രൊജക്റ്റിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലാണ്ട് പിന്നെ നിമിഷ സജയനുള്ള ഇതിൽ ഞാൻ കുറേ കമൻസൊക്കെ വായിച്ചു നോക്കി, അത് സ്വാഭാവികമാണ്. അപ്പോൾ നമുക്കൊക്കെ എതിരെ എത്രയോ കമൻസാണ്. തെറി വിളിക്കുക മാത്രമല്ല, ഗ്രൂപ്പ് ഉണ്ടാക്കി തെറി വിളിക്കുക മാത്രമല്ല, നമ്മളവിടെ കൊണ്ടുപോയി ടാഗ് ചെയ്ത് നമ്മളെ കൊണ്ട് അത് വായിപ്പിക്കും. അവരെവിടെയോ തെറി വിളിച്ച് നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പോൾ നമ്മളെ കൊണ്ടുപോയിട്ട് അവിടെ ടാഗ് ചെയ്ത് നമ്മളെ കൊണ്ട് ആ തെറി വായിപ്പിക്കുന്ന പണിയുണ്ട്. ഒരു ദിവസം എത്രയോ തെറികൾ നമ്മൾ കാണുന്നുണ്ട്, എത്രയോ പേർ ഒരു കാര്യമില്ലാതെ തെറി വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു രാഷ്ട്രീയ നിലപാട്, നമ്മൾ ലൈഫിൽ ഒന്നും മിണ്ടാതെ ചുമ്മാ വീട്ടിലേക്ക് വേണ്ടി നമ്മളെ ആരും ആക്രമിക്കുമോ? ഇപ്പോൾ എത്രയോ സിനിമാ നടിമാരും നടന്മാരുണ്ട്, എല്ലാവരും പോയി ആക്രമിക്കുന്നുണ്ട്? ഇല്ലല്ലോ. ഒരു അഭിനയിക്കാനൊന്നും അറിയാത്ത ആൾക്കാരെ പോലും എന്തൊരു ക്യൂട്ടാണ്, രശ്മിക മന്ദാന എന്തൊരു ക്യൂട്ടാണ് എന്ന് പറഞ്ഞിട്ട് എത്രയോ പോസ്റ്റുകൾ നമ്മൾ കാണാറുണ്ട്. അവരായാലും ചീത്ത വിളിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ രാഷ്ട്രീയ നിലപാട് പറയുന്നവരെ ആൾ തിരിച്ചു പറയും. അത് നമ്മൾ നേരിടാനുള്ള കെൽപ്പുണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ ഈ പണിക്ക് നിൽക്കരുത്. യെസ്, അതാണ്. എല്ലാവർക്കും അവരവരുടേതായ രാഷ്ട്രീയമുണ്ട്. അത് ചിലർ തുറന്നു പറയും, ചിലർ തുറന്നു പറയില്ല. അങ്ങനെ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ആരെങ്കിലും വ്യക്തിപരമായി അധിക്ഷേപിക്കാനുള്ള ഒരു അവകാശമൊന്നും ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. ഇനി അങ്ങനെ തന്നെ അറ്റാക്ക് ചെയ്ത് നിങ്ങൾ എത്ര പേരുടെ വായ അടപ്പിക്കുമെന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം.